നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5-ലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. കുഞ്ഞില്ലാതെ അർച്ചനയ്ക്ക് ജീവിക്കാൻ പറ്റില്ലെന്ന അവസ്ഥയായിട്ടുണ്ട് ഇപ്പോൾ. മോളെ കളിപ്പിച്ചുകൊണ്ട് നടന്ന് സ്വന്തം കാര്യം മറന്നിരിക്കുക അർച്ചന. പക്ഷേ ഇപ്പോ ഇതുകൂടിയായപ്പോ പഴയതിനേക്കാൾ വിഷമായി പാവത്തിന്. ഇവരൊക്കെ പിന്നീട് സത്യം മനസ്സിലാക്കുമ്പോ വന്ന് മാപ്പ് പറയും. താൻ മാപ്പ് കൊടുത്ത് പിന്നീട് പരസ്പരം സ്നേഹമാവുകയും ചെയ്യും. അതുകൊണ്ട് ഇപ്പോഴുള്ള ഈ വിഷമത്തിന് പ്രത്യേകിച്ച് അർത്ഥമൊന്നും ഇല്ലടോ. ഇനിയുള്ള കാലം മുഴുവൻ കുഞ്ഞിനെടുക്കരുതെന്ന് അവൾക്ക് പറയാൻ പറ്റുമോ? അങ്ങനെ പറഞ്ഞാൽ തന്നെ നമ്മൾ സമ്മതിച്ചു കൊടുക്കോ? കുഞ്ഞുങ്ങളെ കണ്ട നമ്മൾ എടുക്കും. അതിന് ആദരയുടെ ആയാലും ശരി, മറ്റുള്ളവരുടെ ആയാലും ശരി. അതുപോലെ നമുക്കൊരു കുഞ്ഞാവുമ്പോ ആദര എടുത്തോട്ടെ. എടോ, ഇതൊക്കെ ഇത്രേ ഉള്ളൂന്നേ. അപ്പോഴത്തെ ദേഷ്യത്തിന് പറഞ്ഞതൊക്കെ അവൾ കളഞ്ഞു കാണും. നമ്മൾ മനസ്സിലിട്ടുകൊണ്ട് നടന്ന അതിനെയൊക്കെ വലുതാക്കുന്നത്. അതുകൊണ്ട് താൻ അതൊക്കെ മറന്ന് വന്ന് കിടക്കാൻ നോക്ക്. ആതിര പറഞ്ഞത് തെറ്റാണെന്ന് അവൾക്ക് മനസ്സിലാവുമ്പോ അവള് തന്നെ കുഞ്ഞിനെ തന്റെ കൈ കൊണ്ടു തരും. താൻ വാ. ദേ, ഈ മുഖമായിട്ടാണെങ്കിൽ ആ മുറിയിൽ ഞാൻ കേട്ടില്ല കേട്ടോ. അതുകൊണ്ട് ഒന്ന് നൈസായിട്ട് ചിരിച്ചേ. ചിരിക്കടോ. ഇനി വാ. അടുത്തത്. അവന്റെ വരവ് കണ്ടാൽ തന്നെ അറിയാം ഭാര്യ പറഞ്ഞതിനൊക്കെ തന്നോട് മാപ്പ് പറയാൻ വരുന്നതാണെന്ന്. നിങ്ങൾ ഇവിടെ നിൽക്കുമായിരുന്നു. ഞാൻ അകത്തൊക്കെ നോക്കി. എന്തിന്? ഞാൻ ഏട്ടത്തിയോടൊരു കാര്യം പറയാനാ വന്നത്. ആതിര പറഞ്ഞതിൽ ഏട്ടത്തിക്ക് നല്ല വിഷമമായിന്ന് എനിക്കറിയാം. അതിന് ഞാൻ മാപ്പ് ചോദിക്കുന്നു. ഇത് പറയാനല്ലേ നീ തിരക്കി നടന്നതും ഇപ്പൊ ഇങ്ങോട്ട് വന്നതും? എങ്കിൽ നിന്നോടും നിന്റെ ഭാര്യയോടും എല്ലാവരോടും അർച്ചന ക്ഷമിച്ചിരിക്കുന്നു. എന്റെ പൊന്നനിയ, ഒരു വിധവാ ഞാനൊന്ന് ആശ്വസിപ്പിച്ച് നിർത്തിയിരിക്കുന്നേ. നീ ഇനി അതിന്റെ മേലെ പറഞ്ഞ് പഴയ അവസ്ഥയിലേക്ക് ആക്കരുത്. അനുഭവിക്കേണ്ടി വരുന്നത് ഞാനാ. അതെ, അർച്ചന അകത്തേക്കല്ല. ബാക്കി മാപ്പ് പറച്ചിലൊക്കെ നാളെ. ചെല്ലു മോളെ. പാവം ആതിര അങ്ങനെയൊക്കെ പറഞ്ഞതില് അവൾക്ക് നല്ല വിഷമമായിട്ടുണ്ട്. ഞാനും കൂടി അവളെ വിഷമിപ്പിക്കേണ്ടെന്ന് കരുതിയാ എന്റെ വിഷമം ഞാൻ പുറത്തു കാണിക്കാത്തെ. ആതിര ഇങ്ങനെയൊക്കെ ഏട്ടത്തിയോട് പറയുന്നു പ്രതികരിക്കുന്നു ഞാനും ഒരിക്കലും കരുതിയതല്ല ഏട്ടാ. അവൾക്ക് ദേഷ്യം വരാൻ ചെറിയ എന്തെങ്കിലും കാര്യം മതി. നീ ആതിരയോടൊന്ന് പറഞ്ഞു വിലക്കണം. കുഞ്ഞിന്റെ കാര്യത്തിൽ ആതിര എന്തെങ്കിലും പറയുമ്പോ കുഞ്ഞില്ലാത്തതിന്റെ വിഷമം അനുഭവിക്കുന്ന അർച്ചനയ്ക്ക് അത് വലിയ വിഷമമാണ് ഉണ്ടാക്കുന്നത്. അത് നിനക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. എന്റെ സ്ഥാനത്ത് നീ നിന്നാലേ നിനക്കത് മനസ്സിലാവും. ആതിരയ്ക്ക് ഇഷ്ടമല്ലെങ്കിൽ കുഞ്ഞിനെ അവള് അർച്ചനയ്ക്ക് കൊടുക്കണ്ട. പക്ഷേ ഓരോന്ന് പറഞ്ഞ് അവളെ വേദനിപ്പിക്കില്ലെന്ന് പറയണം. നിന്നെ എനിക്ക് മനസ്സിലാവും. കാരണം നീ എന്റെ അനിയനാ. അതുപോലെ ആതിര മനസ്സിലാക്കേണ്ട ആളാ അർച്ചനയും. അതെന്തോ അവൾക്കതിന് പറ്റുന്നില്ല. നീയൊന്ന് സമയം പോലെ ആതിരയോട് സംസാരിക്കാം. കുഞ്ഞിന്റെ കാര്യം പറഞ്ഞതുകൊണ്ടാ ഏട്ടത്തിക്ക് നല്ല വിഷമമായത്. എന്നായാലും നിങ്ങൾക്കും ഒരു കുഞ്ഞു വേണം. പെട്ടെന്ന് ട്രീറ്റ്മെന്റ് നടത്തിക്കൂടെ ഏട്ടാ? ഞാനും അതിനെക്കുറിച്ച് ആലോചിക്കുന്നുണ്ട്. കുഞ്ഞില്ലാതെ അർച്ചനയ്ക്ക് ജീവിക്കാൻ പറ്റില്ലെന്ന അവസ്ഥയായിട്ടുണ്ട് ഇപ്പോൾ. മോളെ കളിപ്പിച്ചുകൊണ്ട് നടന്ന് സ്വന്തം കാര്യം മറന്നിരിക്കുക അർച്ചന. പക്ഷേ ഇപ്പോ ഇതുകൂടിയായപ്പോ പഴയതിനേക്കാൾ വിഷമായി പാവത്തിന്. നാളെ ഞാനും അർച്ചനയും സന്ധ്യ ഡോക്ടറിനെ കാണാൻ പോകുന്നുണ്ട്. നോക്കട്ടെ ഡോക്ടർ എന്താ പറയുന്നതെന്ന്.
ഹലോ സന്ധ്യ. മോഹൻ സാർ ഇപ്പൊ എവിടെയാ? വീട്ടിലാണോ? അല്ല, ഞാനിപ്പോ ഓഫീസിലുണ്ട്. എന്തു പറ്റി? ഞാൻ വിളിച്ചത് കേസിന്റെ ഒരു കാര്യം പറയാനാ. ഒരാളെ ജാമ്യത്തിലെടുക്കണം. എന്താ കേസ്? ആളിപ്പോ അകത്താണോ അതോ ഒളിവിലാണോ? ഇപ്പൊ റിമാൻഡില്. സാർ ഓഫീസിലുണ്ടാവോ? ഞാൻ അങ്ങോട്ട് വരാം, അപ്പൊ വിശദമായി സംസാരിക്കാം. ഞാനിപ്പോ ഒന്ന് പുറത്തോട്ട് പോവുക. എന്നിട്ടൊരു 11 മണിയാകുമ്പോൾ തിരിച്ചു വരും. അപ്പോഴേക്ക് എത്തിയാൽ മതി. എന്നാലും വരുന്ന സമയത്തൊന്ന് വിളിച്ചിട്ട് വരണേ. ശരി സാർ. ഏട്ടാ, ഞാൻ വന്നത് ധനുഷിൻ്റെ കാര്യം എന്തായെന്ന് അറിയാനാ. ഞാൻ പറഞ്ഞിട്ടൊന്നും എന്തായിരുന്നു ഇതുവരെ ഒരു തീരുമാനം പറഞ്ഞില്ലല്ലോ. അത് ഞാൻ ഇങ്ങോട്ട് വന്ന് ചോദിച്ചു. ഞാനതിനെക്കുറിച്ച് നിന്നോടൊന്ന് സംസാരിക്കാനിരിക്കുമായിരുന്നു. പോയിട്ട് വന്നിട്ടാവാന്ന് കരുതി. ഞാനിപ്പോൾ പോകുന്നത് അഡ്വക്കേറ്റിനെ കാണാനാ. ധനുഷ് പുറത്തിറങ്ങും. പക്ഷേ ഇതിനൊപ്പം നീ മനസ്സിലാക്കേണ്ട മറ്റു കുറച്ച് കാര്യങ്ങൾ കൂടിയുണ്ട്. ധനുഷ് എത്ര നല്ലവനെന്ന് പറഞ്ഞാൽ മുഴുവനായും ഇനിയും അവനെ വിശ്വസിക്കാൻ എനിക്ക് പ്രയാസമാണ്. എന്നിട്ടും ഞാൻ ഇതിനു വേണ്ടി ഇറങ്ങി തിരിച്ചത് എൻ്റെ അനിയത്തിയായ നിനക്ക് വേണ്ടിയാണ്. നിന്റെ ജീവിതം നശിക്കുന്നത് കാണാൻ വയ്യാഞ്ഞിട്ട് നീ ആത്മഹത്യ ചെയ്യാതിരിക്കാൻ വേണ്ടി നിന്റെ ജീവിതം കയ്യിൽ പിടിച്ച് ഞാൻ നിനക്ക് നിർബന്ധനാവുമ്പോൾ എനിക്കൊന്നേ പറയാനുള്ളൂ. ഇനിയും അബദ്ധത്തിൽ ചെന്ന് ചാടി സ്വയം ജീവിതം നശിപ്പിക്കണോ വേണ്ടയോ എന്ന് നീ ഒന്നുകൂടി ഒന്ന് ആലോചിക്കണം. അവനെ കിട്ടാതെ ആത്മഹത്യയുടെ വക്കോളം എത്തിയ നീ അവനെ കിട്ടിയ സന്തോഷത്തിൽ അതിൽ നിന്ന് പിന്തിരിയുമ്പോൾ പിന്നീട് അവനെ കിട്ടിയതുകൊണ്ട് വീണ്ടും ആത്മഹത്യയെക്കുറിച്ച് ചിന്തിക്കാൻ ഇടവരരുത്. അത് ഏട്ടന് സഹിക്കാൻ പറ്റുന്ന ഒന്നല്ല. മനസ്സിലായേട്ടാ, എനിക്ക് ഉറപ്പുണ്ട് ധനുഷ് എന്നെ ചതിക്കില്ലെന്ന്. ഒരിക്കലും അവൻ്റെ ഒരു പരാതിയായിട്ട് ഞാൻ ഏട്ടൻ്റെ മുമ്പിൽ വരില്ല, ഉറപ്പ്. ഇനി എല്ലാവരും വിശ്വസിക്കുന്നത് പോലെ അവനൊരു ക്രിമിനൽ ആണെങ്കിലും എൻ്റെ സ്നേഹത്തിന് അവനെ മാറ്റിയെടുക്കാൻ പറ്റും. ഏട്ടൻ്റെ അനിയത്തി അത്രയ്ക്ക് പൊട്ടിയാണെന്ന് ഏട്ടൻ വിശ്വസിക്കുന്നുണ്ടോ? നിന്റെ വിശ്വാസത്തിന്റെ കൂടെ നിൽക്കേ എനിക്കിപ്പോൾ നിവൃത്തിയുള്ളൂ. പക്ഷേ എന്നെ പറഞ്ഞ് കൺവിൻസ് ചെയ്തതുപോലെ ആവില്ല ഇവിടെ ബാക്കിയുള്ളവർ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.